നമസ്കാരം. വർഷങ്ങളായി ഛത്തീസ്ഗഡിനെ വലയ്ക്കുന്ന മാവോയിസ്റ്റ് നേതാവ് രാംധരും കൂട്ടാളികളും കീഴടങ്ങിയിരിക്കുകയാണ്. ഡിസംബർ 13-ന് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ 2ാം വർഷം പൂർത്തിയാക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ഈ കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത്. നക്സലൈറ്റ് രാംധർ മഞ്ചി ഉൾപ്പെടെ 12 നക്സലൈറ്റുകൾ കീഴടങ്ങിയിട്ടുണ്ട്. മാവോയിസ്റ്റുകളുടെ ഉന്നത കമാൻഡറാണ് രാംധർ മഞ്ചി. നക്സൽ സംഘടനയിൽ CCM റാങ്കാണ് ഇയാൾ വഹിക്കുന്നത്. അദ്ദേഹത്തെ പിടികൂടുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. രാംധർ മഞ്ചിക്കൊപ്പം കീഴടങ്ങിയവരിൽ 6 വനിതാ നക്സലേറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഛത്തീസ്ഗഡിന് ഇന്ന് ചരിത്രപരമായ ദിവസമാണ്. സംസ്ഥാനം നക്സലിസം കൊണ്ട് വലയുകയായിരുന്നു. ഇത് വികസനത്തിന് തടസ്സം നിൽക്കുകയായിരുന്നു. മുമ്പ് നമ്മൾ നക്സലിസത്തിനെതിരെ പോരാടിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് പറഞ്ഞത്. ഡിസംബർ 13-ന് ഈ സർക്കാർ 2 വർഷം പൂർത്തിയാക്കുകയാണ്. നമ്മുടെ സൈനികരും ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രശംസനീയമായ ഒരു ജോലി ചെയ്തു. 2026 മാർച്ച് 31-നകം രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. നക്സലൈറ്റ് രാംധർ ആക്രമണത്തിന്റെ പാത ഉപേക്ഷിച്ചു. നക്സലിസം വംശനാശത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. പോലീസ് ഉദ്യോഗസ്ഥർ രാംധറിനെ പുനരധിവസിപ്പിച്ചതായി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആക്രമണത്തിൽ നിന്നും വെടിവെപ്പിൽ നിന്നും തിരിച്ചെത്തിയ രാംധറിന് സർക്കാർ 1,05,00,000 രൂപ പാരിതോഷികമായാണ് പ്രതിഫലം പ്രഖ്യാപിച്ചത്. അതുപോലെ കീഴടങ്ങിയ മറ്റ് 11 മാവോയിസ്റ്റുകൾക്കും പാരിതോഷികം നൽകും. സംസ്ഥാനത്തിന്റെ പുനരധിവാസ നയം വളരെ മികച്ചതാണ്. തൽഫലമായി കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 4000-ലധികം മാവോയിസ്റ്റുകൾ അറസ്റ്റിലാവുകയും കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 500-ലധികം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് സർക്കാർ മുഖേന നിരവധി സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഭവന പദ്ധതി പ്രകാരം കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് 15,000 വീടുകൾ പ്രത്യേകമായി അനുവദിക്കുന്നുണ്ട്. നക്സൽ രഹിത ഗ്രാമങ്ങളുടെ വികസനത്തിനായി 1 കോടി രൂപയും നൽകും. നിയത് നെല്ലാർ പദ്ധതി നടക്കുന്ന 400-ലധികം ഗ്രാമങ്ങൾ മാവോയിസ്റ്റുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. നിയാത് നെല്ലാർ, അതായത് നിങ്ങളുടെ സുന്ദര ഗ്രാമം പദ്ധതിയിലൂടെ സർക്കാർ പദ്ധതികൾ ഗ്രാമങ്ങളിൽ എത്തുകയാണ്. റോഡുകൾ, വൈദ്യുതി, വെള്ളം, ആശുപത്രി സൗകര്യങ്ങൾ എന്നിവ ഇതുവഴി ഗ്രാമങ്ങളിൽ എത്തുകയാണ്. ഇപ്പോൾ വെടിവെപ്പിന് പകരം ഗ്രാമങ്ങളിൽ സ്കൂൾ ബെല്ലുകൾ മുഴങ്ങുകയാണ്. ബസ്സറിലെ ഗ്രാമങ്ങളിലും റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. കീഴടങ്ങിയ നക്സലേറ്റുകൾക്ക് തൊഴിൽ നൽകാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. കീഴടങ്ങിയ നക്സലേറ്റുകൾ പ്രവർത്തിക്കുന്ന ജഗദൽപൂരിൽ ഒരു കഫേയും തുറന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെയും അമിത്ഷായുടെയും ദൃഢനിശ്ചയം പൂർത്തീകരിക്കപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വിഷ്ണു സായ് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മേഖലയുടെ തലവനായ രാംധർ കീഴടങ്ങിയെന്നും ഛത്തീസ്ഗഡിൽ 2 GC അംഗങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും മാദി ഹിത്മയും രാംധറും ആണ് ഈ 2 പേരായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. മാദി ഹിത്മ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും അതേസമയം രാംധർ കൂട്ടാളികളോടൊപ്പം കീഴടങ്ങുകയുമാണ് ചെയ്തത്. ഈ നക്സലേറ്റുകളും അവരുടെ ആയുധങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ MMC സോൺ ഏതാണ്ട് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഈ കീഴടങ്ങലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.